അച്ഛാ, അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ തനിച്ചാക്കി പോകരുതെന്ന്. അതുകൊണ്ടല്ലേ അവരെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. അച്ഛൻ അറിയില്ലേ എനിക്ക് പേടിയാണെന്ന്. ഉയരന്റെ ഉയരേന്റെ കനലിൽ ഞാനെന്തൊരു ഭാഗ്യമാണ് ഇങ്ങനെ ഒരു മകളെ കിട്ടിയത്. ഇവളെ ഞാൻ അടക്കം ഒതുക്കോളം പെൺകുട്ടിയെ വളർത്തിയെടുക്കും. വേണ്ട അച്ഛാ, എനിക്ക് പോകണ്ട. എനിക്ക് അച്ഛൻ്റെ കൂടെ ഇരുന്നാൽ മതി. கடவுள் பாதி மிருகம் பாதி கலந்து செய்த கலவை நான். வெளியே மிருகம் உள்ளே கடவுள் விளங்க முடியா கவிதை நான். மிருகம் கொன்று கடவுள் வளர்க்க பார்க்கின்றேன். ஆனால் கடவுள் கொன்று உணவாய்க்கின்று மிருகம் மட்டும் வளர்கிறது. நந்தகுமாரா நாளை மிருகம் கொள்வாயா? மிருகம் கொன்ற எச்சம் கொண்டு மீண்டும் கடவுள் செய்வாயா? புறங்கில் இருந்து மனிதன் என்றால் மனிதன் இறையாய் எனிப்பாரா? மிருக ஜாதியில் பிறந்த மனிதா தேவ ஜோதியில் கலப்பாயா? ആരാണ് അലക്സ മുഹമ്മദ്? താങ്കൾക്ക് പെൺകുട്ടി ജനിച്ചിരിക്കുന്നു. ഡോക്ടർ, പെൺകുഞ്ഞാണെങ്കിൽ എന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തായി പറയുന്നത്? അതെ ഡോക്ടർ, കൊന്നുകളയണം. പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ഓ, നിങ്ങൾക്ക് ആൺകുട്ടിയായിരിക്കുമല്ലേ വേണ്ടത്? അല്ല ഡോക്ടർ, എനിക്ക് പെൺകുഞ്ഞ് വേണമെന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെന്താ നിങ്ങൾ കൊന്നുകളയാൻ പറയുന്നത്? നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഭ്രാന്തൻ. എനിക്കും നിങ്ങളോടായി ചിലത് പറയാനുണ്ട്. ഈ സമൂഹത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ അവൾ റേപ്പ് ചെയ്യപ്പെടും. ഡൽഹിയിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ റേപ്പ് ചെയ്തു. ആ കുട്ടിക്ക് ഒരു കൈപ്പത്തിയുടെ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചിലർ പറയും. വീട്ടിനകത്താണ് പെൺകുട്ടികൾ സേഫ് എന്ന്. ഉത്തർപ്രദേശിൽ മകളെ രണ്ടാനച്ഛൻ പീഡിപ്പിച്ച് കൊന്നെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ അവകാശമില്ല, കാരണം അവർ പീഡിപ്പിക്കപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്. പെൺകുട്ടികൾ ജനിച്ചാൽ എന്നെപ്പോലുള്ള അച്ഛന്മാർ ഭ്രാന്തന്മാരായി മാറും. ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ ഓർക്കുക, നിങ്ങൾക്കും ഒരമ്മയുണ്ട്.
കണ്ണിലെ കാമമാണ് മാറേണ്ടത്. രാത്രിയും പകലും, ശബ്ദവും നിശബ്ദതയും, ഇരുളും വെളിച്ചവും നമുക്കൊരുപോലെ അവകാശപ്പെട്ടതാണെന്നും ഞാനും നീയും ഒന്നാണെന്നുമുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് വേണ്ടത്. മാറേണ്ടതും മാറ്റേണ്ടതും എന്നെയല്ല, നിങ്ങളുടെ ചിന്തകളാണ്. ഇനി പറ, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. For the women who brings life on earth, for the women who loves you unconditionally, for the women who's willing to leave everything behind to be yours. Does she really deserve to live every minute, every breath of her life in fear and pain? Stop teaching, don't get raped. Start teaching, don't rape.